നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതികയുടെ ഭാഗത്തു നിന്നും മറിച്ചൊരു പെരുമാറ്റം ഉണ്ടായാൽ അശ്വിന്റെ കുഞ്ഞു മനസ്സത് താങ്ങില്ല. അതിന് അവൾ അവനെ ഇൻസൾട്ട് ചെയ്ത് പെരുമാറോ? പെരുമാറിയാൽ വാങ്ങിക്കേ. ഋതിക എങ്ങോട്ടോ പോകാൻ പുറപ്പെട്ടാണെന്ന് തോന്നുന്നു. അതെ. സോറി, ഞാൻ കാരണം യാത്ര മുടക്കണ്ട. താൻ ഇറങ്ങിക്കോ. ശരി മേ, ഇതിന്റെ റൂമിലേക്ക് വെച്ചേക്ക്. ശരി മോളെ. അപ്പോ ശരി, നമുക്ക് ഈവനിങ് കാണാം. അപ്പൊ ശരിയെന്നാ. ശരി. അങ്കിൾ, ഋതികയുമായിട്ട് ഞാൻ ഈവനിങ് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്കിള് പെർമിഷൻ തന്ന അതിനെന്താ, നിങ്ങളൊന്ന് പുറത്തുപോയി അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യും. താങ്ക് യു. എൻഗേജ്മെന്റ് നടക്കേണ്ടിരുന്ന ദിവസവും ഋതികയോട് മനസ്സുറന്ന് സംസാരിക്കാൻ അശ്വിന് സാധിച്ചിരുന്നില്ലല്ലോ. അതെ അങ്കിൾ. ആന്റി, ഔട്ടിങ്ങിന് വരുമ്പോ ഋതികയോട് ഈ സാരി ഉടുക്കാമെന്ന് പറയണേ. ശരി മോളെ. ഋതിക മാഡം എന്തിനാ ബാക്ക് സീറ്റിൽ കയറിയിരുന്നത്? മാഡം ഫ്രണ്ട് സീറ്റിലല്ലേ ഇരിക്കാറ്? അതെ, വാ അടച്ചു വെച്ച് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നോക്കി കാർ ഓടിക്കാൻ നോക്ക്. നല്ല ദേഷ്യമാണല്ലോ. ആ, അശ്വിൻ സാറ് തന്ന ഗിഫ്റ്റ് ഒക്കെ സന്തോഷത്തിൽ വാങ്ങിച്ചു. ആ, മാഡത്തിന്റെ റൂട്ട് കറക്റ്റായി. എന്നിട്ട് എല്ലാത്തിനും കാരണമായ ഈ രാജുവിനോട് മാത്രം ദേഷ്യം. ആയിക്കോട്ടെ, പക്ഷേ വിഷമുണ്ട് മാഡം ഉള്ളില്. ശരിക്കും ആ ഇൻസിഡന്റിന് ശേഷമാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓ, ഇപ്പോഴത് നല്ല പ്രോഫിറ്റിലാണെന്ന് അറിഞ്ഞപ്പോ വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രോച്ച് ഉണ്ടായി. അതങ്ങനെയല്ലേ വരൂ. അപ്പോ എന്നാ ഞാൻ ഇറങ്ങട്ടെ. സംസാരിച്ചിരുന്ന് ഞാൻ പാഴാക്കുന്നത് ഒരു മിനിസ്റ്ററുടെ വാല്യുബിൾ ടൈം ആണെന്നുള്ള ബോധം എനിക്കും വേണമല്ലോ. ഏയ്, നത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്കിറങ്ങാൻ അരമണിക്കൂറുടെ സമയമുണ്ട്. 1-2 ഫോൺ കോൾസ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. ശരി, ഞാൻ ഇറങ്ങുമോ? ഓക്കെ, കാണാം. അശ്വിൻ ഞാൻ വിചാരിച്ചതും ആള് സ്മാർട്ടാണ്. എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത്? വരുന്നു, സാരി കൊടുക്കുന്നു, വൈകിട്ട് ഋതികയുമായി ഔട്ടിങ്ങിന് പോവാൻ പെർമിഷൻ വാങ്ങിക്കുന്നു. പോരാത്തതിന് അവസാനം അവനമ്മാവന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. ദീപകെ, വലിയ കട്ടിയില്ലാത്ത മനസ്സാണ് അശ്വിന്റേതെന്നാ എനിക്ക് തോന്നുന്നേ. ഋതികയെ അവന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഋതികയുടെ ഭാഗത്തു നിന്നും മറിച്ചൊരു പെരുമാറ്റം ഉണ്ടായാൽ അശ്വിന്റെ കുഞ്ഞു മനസ്സത് താങ്ങില്ല. അതിന് അവൾ അവനെ ഇൻസൾട്ട് ചെയ്ത് പെരുമാറോ? പെരുമാറിയാൽ എങ്ങനെ? സൽപുത്രോ, നീ അമ്മ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക.
അശ്വിൻ സാറ് ഇത്ര നല്ല ആളാ. ശാന്തമായ സ്വഭാവം, നല്ല പെരുമാറ്റം, കാണാനും സുന്ദരം. മാഡത്തിനെ അശ്വിൻ സാറ് പൊന്നുപോലെ നോക്കും. പിന്നെ അശ്വിൻ സാറിന്റെ അച്ഛനും അമ്മയും കുറിച്ച് പറയാനാണെങ്കിൽ 1000 കാര്യങ്ങൾ പറയേണ്ടി വരും. മാഡം, സത്യം പറഞ്ഞ ഇതാണ് ഭാഗ്യം. തങ്കം പോലത്തെ ചെറുക്കൻ, അതുപോലെ തന്നെ അച്ഛനും അമ്മയും. മാഡത്തിന്റെ എല്ലാ വിഷമങ്ങളും ആ വീട്ടിലെത്തുന്നതോടെ മാറും. മാഡം നോക്കിക്കോ, ഇനി അങ്ങോട്ട് മാഡത്തിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകളായിരിക്കും. രാജു, കാറൊന്ന് സൈഡാക്കിക്കേ. എന്തിനാ മാഡം? സൈഡാക്ക്, പറയാം. ശരി മാഡം. മാഡം, മാഡം, നിക്ക് മാഡം. മാഡം എങ്ങോട്ടായി പോകുന്നത്? മാഡം നിക്ക്. മാഡം പറയുന്നേ. മാഡം, മാഡം, മാഡം ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാഡം, മാഡം, ഏയ്, ഓട്ടോ. എവിടേക്കാ മാഡം? നേരെ പൊയ്ക്കോ, പറയാം. ഓ, കറിയാ മാഡം. മാഡം, 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 നിക്ക്. എന്താണോ ഇത്? താൻ എന്തായി കാണിക്കുന്നത്? എടോ, താൻ എന്തിനാണോ ഓട്ടോ നിറഞ്ഞത്? പറയാൻ ചേട്ടാ. മാഡം, രതിക മാഡം, മാഡം എന്തിനാ കാറിൽ നിന്ന് ഇറങ്ങി ഓട്ടോ കയറിയത്? ചേട്ടാ, ഇയാളൊന്ന് ഇറക്കി വിടൂ. രതിക മാഡം, പ്ലീസ്. ശരി, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഞാൻ കൂടെ വരും. മാഡത്തിന് തനിച്ചു വിടാൻ പറ്റില്ല. പോവാൻ ചേട്ടാ. ഓ, ചേട്ടാ, ഇവിടെ ഒന്ന് നിർത്തൂ. അല്ല, എന്തിനാ നിർത്തിയ? മാഡം, 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 അതെ. ഓയ് മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.